അതെ, തെരച്ചിൽ എന്ന രീതിയിൽ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരൊക്കെ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തി അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ആളുകൾ എത്തിത്തുടങ്ങുക പൂർണ്ണമായി രജിസ്ട്രേഷൻ പ്രോസസ്സിന് ശേഷം തന്നെയാകും. 6 സോണുകളായാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു സോണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ഈ മുണ്ടക്കൈ മേഖലയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ സന്നദ്ധ പ്രവർത്തകരെ, നമുക്ക് വോളണ്ടിയർമാരെയൊക്കെ നീണ്ട നിരയിൽ കാണാം. ഈ കല്ലുകൾക്കിടയിലൊക്കെ അവർ ആ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. തിരച്ചിലിനുള്ള ഒരുക്കങ്ങളാണ്. ഈ വടിയൊക്കെ കുത്തി എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനയൊക്കെയാണ് ആ മേഖലയിൽ നടക്കുന്നത്. ഈ ഒരു ദൃശ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു ആഴമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ 11 ദിവസങ്ങളിൽ പറഞ്ഞതാണ് ഈ മേഖലയൊക്കെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്ത് ദയനീയ ഒരു കാഴ്ചയാണെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഈ പാറകളാണ് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത്. ഈ അനശ്വര നമ്മളോടൊപ്പം ഈ ഒരു വഴിയിൽ അനശ്വര മുണ്ടക്കൈയിലേക്ക് പോകുന്ന മേഖലയായിരുന്നു. ഈ ഒരു മേഖലയെ പറ്റി കണ്ടപ്പോൾ ഞാനും അനശ്വര സംസാരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ആളുകൾ എത്ര നോക്കി നിന്നാത്തൊരു മേഖലയായിരുന്നു. അനശ്വര നിങ്ങൾക്കറിയാം, വയനാട്ടുകാരൊക്കെ അത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരാണ്. പുറത്തു നിന്നുള്ളവർക്ക് കൂടെ അത്തരത്തിലൊരു കാഴ്ചയായിരുന്നു അത്. പക്ഷേ എന്ത് വിജനമായി കിടക്കുന്നു, എന്ത് ദയനീയ അവസ്ഥയാണല്ലേ ഇത് വീണ്ടും വീണ്ടും കാണുമ്പോൾ. അരുണ, അതെന്താണെന്നറിയോ, ഇപ്പം അവിടെ കാണുന്ന ആ പാറയുണ്ടല്ലോ, ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ആ പാറയാണ് പൊട്ടിയിട്ട് പല കഷ്ണങ്ങളായിട്ട് ഇത്രയും വലിയ ഉരുളൻ കല്ലുകളായിട്ട് ഇവിടെ വന്നത്. നമ്മൾ ഈ കയറി വരുന്ന വഴിക്കൊരു കാവൽക്കാരൻ പാറ കണ്ടിട്ടുണ്ടായിരുന്നോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന ഇതുപോലെ ഉള്ളൊരു പാറ അവിടെ പോയി നിന്നു. പക്ഷെ അതായിരുന്നു ഈ മുണ്ടക്കൈക്കാരെ ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പല മഴയും ഇതുപോലെ ചെറിയ ചെറിയ മലവെള്ളപ്പാച്ചിരുന്നു. അതുകൊണ്ടാണ് കാവൽക്കാരൻ പാറ എന്നുള്ളത്. പക്ഷേ ഇപ്പം ആ നാടിനെ കാവലായിട്ട് അവിടെ ഉണ്ടെങ്കിലും അത് കാണാനുള്ള ആൾക്കാരില്ല. അതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. അതുപോലെ പാറയുണ്ട്. അതുപോലെ ഈ പറഞ്ഞ സീതാംകുണ്ട് വെള്ളച്ചാട്ടം, ഇത് കണ്ട ഒരു മനുഷ്യന് ഇതൊരു വെള്ളച്ചാട്ടമായിരുന്നു എന്ന് പറയാൻ കഴിയൂല. ഇപ്പം ഇത് തന്നെ നമ്മളിപ്പം അവിടെ വെള്ളോലിപ്പാറയിൽ നിന്ന് ഈ രാത്രി 12:45 പൊട്ടിയ ഉരുൾപൊട്ടലാണ്. അത് വന്ന് ഈ പുഞ്ചിരിമട്ടം കഴിഞ്ഞ് ഇവിടെ 60-ൽ പരം വീടുകൾ ഉണ്ടായിരുന്നു അത്രേ. ഈ ദൃശ്യം കാണുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കോഴിക്കോട് നിന്ന് വന്ന് നിനക്ക് ഇവിടെ 60 വീട്. ഞാൻ ആദ്യ ദിവസം മുതലേ പറയുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ അത് എവിടെയായിരുന്നു വീടുകൾ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം പോലും നമ്മൾ സങ്കല്പിച്ച് നോക്കുകയാണ്. ഇത് ഇങ്ങനെ ആയിരിക്കും അല്ലേ എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുകയാണ്. എന്നിട്ടും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ചിത്രങ്ങളിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രകൃതി രമണീയ സ്ഥലം എന്നുള്ളത്. പക്ഷേ ഇനിയും ഉണ്ട് പച്ചപ്പ്. പക്ഷേ ഇനി ഇവിടെ വന്നിട്ട് ആളുകൾ കാണുമ്പോൾ ഇതൊരു ശേഷിപ്പ് മാത്രമല്ലേ, ഇതിനെ എങ്ങനെ ഇപ്പം ആളുകളെല്ലാം തിരയുന്നുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ഒരു പ്രായോഗികപരമായൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? ശരിക്കും ഈ മണ്ണുറച്ചു കഴിഞ്ഞു. നമുക്ക് നേരത്തെ ഒരു മഴക്കോൾ നേരത്തെ പറഞ്ഞതും അത് തന്നെ. ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് അജേട്ടൻ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. അതെ, അതാണ്. ഇനിയിപ്പം ഇവിടെ തിരയുമ്പം ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ആദ്യ സമയത്ത് നമ്മൾ കയറി വന്ന സമയത്ത് ഒരു മഴക്കോൾ ഉണ്ടായിരുന്നു. ഇത് ഒരു ചെറിയ നനവുണ്ടെങ്കിൽ ഇവർക്ക് ഈ തെരച്ചിൽ സുഗമമായിട്ട് നടത്താൻ പറ്റുമായിരിക്കും എന്നുള്ളതാണല്ലോ. പക്ഷേ പിന്നെ ഇപ്പം മണ്ണ് ഉറച്ചു കഴിഞ്ഞപ്പം ഇതെങ്ങനെയെന്നുള്ളത് ഇവിടുത്തെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം ഇത്ര കാര്യമായിട്ട് അറിയുന്നതാണ്. അപ്പം എങ്ങനെ ഈ തെരച്ചിൽ എന്നുള്ളത് ഇനി എന്താ പറയുക, ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു തെരച്ചിൽ പ്രായോഗികമാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്രയും പാറക്കൂട്ടം ഈ കാണുന്ന ഒലിച്ചു വന്ന പാറകളുടെ കൂട്ടങ്ങളാണ്. ഈ പാറകളുടെ കൂട്ടങ്ങളുടെ അടിയിൽ ഇനിയും നമ്മുടെ വരുന്നവരുടെ ശരീരങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് കണ്ടെത്തുക പ്രായോഗികമായ കാര്യമല്ല. അപ്പം ഈ രീതിയിലുള്ളൊരു തെരച്ചിൽ ഇന്ന് നമുക്കറിയാം, ആളുകളെ ഒന്ന് മനസ്സിലാക്കിക്കാൻ, ഇനി ഇങ്ങനെ ഇല്ല എന്ന് അവരൊന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടും കൂടി തീർച്ചയായും അതിന് തന്നെയാണ്. അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ എന്തെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗം കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഉപകരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു തെരച്ചിൽ പോലും നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വല്ലാത്തൊരവസ്ഥയാണ് അരുൺ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾക്കിത് പറഞ്ഞു പോകുമ്പോൾ ഇത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ, ഇനി ബന്ധുക്കളൊക്കെ വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ്. പുഞ്ചിരിമട്ടത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെയാണ് ബന്ധുക്കൾ വന്ന് തിരയുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ വന്ന് എന്താണ് തിരയാന്നുള്ളത് ഇപ്പോഴും അറിയില്ല. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ. അരുൺ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത്രയും ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു വന്നതാണ്. നമുക്ക് അനശ്വര പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇതെന്താണെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അവരൊക്കെ പറയും ഇത് ഞങ്ങളുടെ സ്ഥലമേ അല്ലാന്ന്. അവർക്ക് കൃത്യമായി ഇവർ അറിയുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ കല്ലൊക്കെ കൂടി കിടക്കുന്നവരുടെ അത്രയും നാളെ ഒരു ഭൂപടത്തിലെ മാഞ്ഞു പോയി എന്നാണ് നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞത്. അങ്ങനെ മാഞ്ഞു പോയ നാട്, അതിനൊപ്പം മാഞ്ഞു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിജീവിക്കണം, ഈ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിജീവിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു മുറിവായി തന്നെ ഇങ്ങനെ കിടക്കുകയാണ് ഈ വേദന എന്നുള്ള യാഥാർത്ഥ്യം. ഈ വിക്കിപീഡിയയിലെ നമ്മൾ വയനാടിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പം ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ സെർച്ച് ചെയ്താൽ ആദ്യം വന്നുകൊണ്ടിരുന്നത് കുറച്ച് രസമുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം 2024 എന്ന് പറഞ്ഞിട്ട് എല്ലാം തന്നെ കേട്ടു നമ്മൾ